നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഹരിനാമ കീർത്തനത്തിലെ 60-ാമത്തെ ശ്ലോകമാണ് നമ്മളിവിടെ നോക്കുന്നത്. 59-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് വർദ്ധിച്ച ഭക്തി, ഭഗവാങ്കലുണ്ടാകുന്ന അതീതമായ ഭക്തി, ഉത്കടമായ ഭക്തി തൻ്റെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചാണ്. അങ്ങനെ ആ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാങ്കിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇവിടെ ഈ ഭഗവാന്റെ എങ്കിലുണ്ടാകുന്ന ഭക്തി നിരന്തരം വർദ്ധിക്കുന്നതിനായി തൻ്റെ ഹൃദയത്തിൽ സദാ കുടികൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചു തരണമേ എന്നാണ് ഈ 60-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത്. നമുക്ക് 60-ാമത്തെ ശ്ലോകം നോക്കാം. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമ തവ സ്ഥാനരംഗമിതു തത്രാപി നിത്യവുമൊരിക്കലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരി നാരായണായ നമ. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിതു എന്നാണ്. തത്രാപി നിത്യവും ഒരിക്കൽ ഇരുന്നരുൾക വിശ്വൈകവന്ദ്യ എന്നാണ് ഭഗവാനോട് പറയുന്നത്. മമ ചിത്താംബുജം, എൻ്റെ ഹൃദയപത്മം ഷഡ്വൈരികൾക്ക്, അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം എന്നീ 6 ശത്രുക്കൾക്ക് വിളയാട്ടത്തിനാക്കരുത്, ഇങ്ങനെയുള്ള ശത്രുക്കളുടെ കൂത്തരങ്ങാക്കി തീർക്കരുത് എന്നാണ്. ഇവ മനുഷ്യന്റെ ശത്രുക്കളാണ്, ഏറ്റവും വലിയ ശത്രുക്കളാണ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ അളവ് കൂടുന്ന സമയത്താണ് മാനസിക രോഗികളായി നമ്മൾ മാറുന്നത്, ചിത്തഭ്രമത്തിന് അടിമപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ ക്രമീകരിച്ച് നിർത്തുക എന്നുള്ളതാണ് മനുഷ്യധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ ക്രമാതീതമായി കൂടിയിട്ടാണുള്ളത്. ഓരോ മനുഷ്യനും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ആണവ റിയാക്ടറുകൾ പോലെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റിലും ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ് ഓരോ മനുഷ്യരും നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ലഹരിയും കൂടിച്ചേരുന്ന സമയത്താണ് മനുഷ്യൻ മൃഗം എന്ന് പറയാൻ കഴിയില്ല. കാരണം മൃഗങ്ങൾ എത്രയോ ശാന്തശീലരാണ്. മൃഗങ്ങൾക്ക് ഒരു സംസ്കാരമുണ്ട്. ആ മൃഗങ്ങളെല്ലാം തന്നെ അവരുടെ ഒരു സാംസ്കാരിക പരിസരത്ത് അവർ വ്യക്തമായി ജീവിച്ചു പോകുന്നവരാണ്. നാട്ടിലേക്ക് ഇറങ്ങി കലാപം ഉണ്ടാക്കുന്ന മൃഗങ്ങളെക്കുറിച്ചൊക്കെ വാർത്ത വരുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടത് കാടുകളൊക്കെ കയ്യേറി അവർക്ക് കാട്ടിനകത്ത് അവർക്ക് വേണ്ടുന്ന ഉഭയങ്ങളൊന്നും ഇല്ലാതെ വരുന്ന സമയത്താണ് അവരൊക്കെ കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതും മനുഷ്യന്റെ കർമ്മഫലമായിട്ട് മാത്രമേ ഒരു വശത്ത് നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് മനുഷ്യനെ നമ്മൾക്ക് മൃഗസമാനൻ എന്നൊന്നും പറയാൻ കഴിയില്ല. മൃഗങ്ങളൊന്നും തന്നെ ഇത്രത്തോളം അക്രമാസക്തരാകുന്നൊന്നുമില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഇവിടെ ചിത്തത്തിനുള്ളിലുള്ള, മനസ്സിനുള്ളിലുള്ള കാമം, ക്രോധ, ലോഭമോഹ, മതമത്സര്യാദികളായിട്ടുള്ള ആത്മശത്രുക്കൾക്ക് വിളയാട്ടത്തിനാക്കരുത്, അവരുടെ കൂത്തരങ്ങാക്കി തീർക്കരുത്. ഇത് ഈ ചിത്തപത്മം, മനസ്സാകുന്ന താമര എന്നാണ് പറയുന്നത്. തവ ആസ്ഥാനരംഗം, അത് ഭഗവാൻ ഇരുന്ന് അരുളുവാനുള്ള സ്ഥലമാണ്. ഭഗവാൻ വസിക്കുന്നതിനുള്ള സ്ഥലമാണ്. തത്രാപി, അവിടെയും നിത്യവും ദിവസേന ഒരിക്കലെങ്കിലും ഇരുന്ന് അരുളുക എന്നാണ്. എനിക്ക് കാണത്തക്കവണ്ണം ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ഇരിക്കണേ ഭഗവാനെ എന്നാണ്. വിശ്വൈകവന്ദ്യ, ലോകം മുഴുവൻ ഭജിക്കുന്ന ഭഗവാൻ ഹരിനാരായണായ നമ, ഹരിനാരായണനായ അങ്ങേക്കു നമസ്കാരം എന്നാണ് ഇവിടെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത്. ലോകം മുഴുവൻ ഭജിക്കുന്ന അല്ലയോ ഭഗവാൻ, എൻ്റെ ഹൃദയപത്മം, എൻ്റെ ഹൃദയമാകുന്ന താമര, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം എന്നീ 6 ആത്മശത്രുക്കൾക്ക് കൂത്തരങ്ങാക്കി തീർക്കരുത്. ഷഡ്വൈരികൾ എന്നാണ് പറയുന്നത്. ഷഡ്വൈരികൾ, 6 ആത്മശത്രുക്കൾ, അവർക്ക് കളിക്കാനുള്ള ഇടമാക്കി തീർക്കരുത് ഭഗവാനെ എന്നാണ്. പിന്നെയോ ഭഗവാൻ ഇരുന്നരുളുവാനുള്ള സ്ഥലമാണത്, തവാസ്ഥാനരംഗമാണത്. ദിവസേന ഒരിക്കലെങ്കിലും എനിക്ക് കാണത്തക്കവണ്ണം അവിടെ ഇരുന്നരുളുക. ഹരിനാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് 60-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ ഇവിടെ പറയുന്നത്. ഇവിടെ 6 ശത്രുക്കൾ, ഷഡ്വൈരികളും മനസ്സും, അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. ബോധസ്വരൂപനായ ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടെത്താനുള്ള ഇടമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അവിടെ കാമക്രോധാദി ശത്രുക്കൾ താമസമാക്കിയാൽ ഭഗവാന്റെ സാന്നിധ്യം ഒരിക്കലും അവിടെ അനുഭവപ്പെടുകയില്ല എന്നാണ് പറയുക. മാത്രമല്ല
ഇരുട്ടിലേക്ക് പതിക്കാൻ ഇവിടെ വരും. കാമം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? ക്രോധം കൂടുമ്പോൾ മതവും മത്സരവും ഇതൊക്കെ കൂടുന്ന സമയത്ത് പതിക്കുകയാണ്, പതിച്ചു പോവുകയാണ് ചെയ്യുക. അന്ധകാരത്താൽ മൂടപ്പെടുകയാണ് ചെയ്യുക. അവിടെ ആത്മചിന്തകളെ ഉണ്ടാകാതിരിക്കുകയാണ് ചെയ്യുക. ആത്മചിന്തയുണ്ടായാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത ഇല്ലാതെ വരുന്ന സമയത്ത് സർവവും നമ്മൾ മറന്നു പോകുമെന്നുള്ളതാണ്. മത്സരം ബുദ്ധി അവിടെ കടന്നുകൂടുമെന്നുള്ളതാണ്. ഭഗവാൻ ഗീതയിൽ 2-ാം അധ്യായത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാത് ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി എന്ന് ഭഗവാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഭഗവത്ഗീതയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് എന്താണ് പറയുന്നത്? ധ്യായതോ വിഷയാൻ പുംസ, ലോകവിഷയങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് അവയിൽ പ്രീതി വന്നു ചേരും. അതുതന്നെയായിരിക്കും അവൻ്റെ ചിന്തയിൽ ഉടനീളം ഉണ്ടാവുക. തുടർന്ന് ആ വിഷയങ്ങൾ ലഭിച്ചാലേ സുഖമുള്ളൂ എന്ന് കരുതി അവയെ അതിയായി ആഗ്രഹിക്കുന്നു. സംഗസ്തേഷൂപജായതേ സംഗാത് ജായതേ കാമ. അങ്ങനെ ആഗ്രഹം നിവർത്തിക്കാതെ വന്നാൽ എന്താണ്? ആ രീതിയിലുള്ള ആഗ്രഹം പെരുകും. അതിനെക്കുറിച്ച് എപ്പോഴും, വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ആഗ്രഹം നിവർത്തിക്കാതെ വന്നാൽ കാമം ക്രോധമായി രൂപാന്തരപ്പെടുമെന്നാണ്. കാമം കാമാത് ക്രോധോഭിജായതേ. ആഗ്രഹം നിവർത്തിക്കാതെ വരുമ്പോൾ, കാമങ്ങൾ നിവർത്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അവ ക്രോധമായി രൂപാന്തരപ്പെടും. അങ്ങനെ ആഗ്രഹം നിവർത്തിച്ചാൽ ആ കിട്ടിയതൊക്കെ കൈവിട്ടു പോകുമെന്ന ലോഭചിന്ത രൂപം കൊള്ളും. ആ കിട്ടിയതൊന്നും കൈവിടാൻ നമ്മൾ ഒരുക്കമല്ല. അങ്ങനെ ആ ലോഭചിന്തയിൽ നിന്ന് ക്രോധവും ലോഭചിന്തയും കൂടിച്ചേർന്ന് ധർമാർത്ഥ ചിന്തയ്ക്ക് സ്ഥാനമില്ലാതെ പോകുന്നു അവിടെ. പിന്നെയോ തുടർന്ന് ഞാൻ ആരാണ്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന കാര്യങ്ങളൊക്കെ മറന്ന് ഹൃദയം മതമത്സരങ്ങൾ കൊണ്ട് നിറയും. ചിത്തത്തിൽ മതവും മത്സരവും നിറയും എന്നാണ്. ഈ മതവും മത്സരവും നിറഞ്ഞാൽ ലക്ഷ്യബോധം നശിക്കും. ബുദ്ധിക്കുണ്ടാകുന്ന ലക്ഷ്യബോധം നശിച്ച് വിവേകശേഷിയില്ലാതായിത്തീരുന്നു. അങ്ങനെ ബുദ്ധിനാശം സംഭവിക്കുമെന്നാണ് പറയുക. ഇങ്ങനെ ബുദ്ധിനാശത്തോടുകൂടി എന്താണ്? സർവനാശം സംഭവിക്കാനിട വരുന്നതാണ്. ബുദ്ധിനാശത്തോടുകൂടി സർവനാശം സംഭവിക്കാനിട വരുന്നു. ജ്ഞാനത്തിൻ്റെ പരമശത്രുവായ കാമക്രോധാദി ഷഡ്വൈരികളെ നിരന്തരമായ വസ്തുബോധവും ഈശ്വരസ്മരണയും കൊണ്ടുവേണം അകറ്റാനെന്നുള്ളതാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത നിരന്തരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത ഉള്ളിൽ നിറയുന്ന സമയത്ത് അവിടെ മറ്റൊന്നും വരികയില്ല. കാമക്രോധാദി ലോപമോഹാദി മത മത്സരാദികളായിട്ടുള്ള ഒരു തരത്തിലുള്ള ചിന്തകളും അവിടെ വരികയില്ല എന്നാണ്. അങ്ങനെ മനസ്സ്, ചിത്തം ശുദ്ധമാവുമെന്നാണ്. അതുകൊണ്ട് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷമായി ഭവിക്കണേ എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. 60-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എത്ര ഉദാത്തമായ സങ്കല്പമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചിത്തത്തിനു അകത്ത് ഉണ്ടാകുന്ന ഈ മത്സരാദി ചിന്തകൾ, കാമചിന്തകൾ, ക്രോധചിന്തകൾ, ലോഭചിന്തകൾ, മോഹചിന്തകൾ ഒക്കെ തന്നെ പെരുകാനിടവരാതിരിക്കുക. ലൗകികരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കാമവും ക്രോധവും ഒക്കെ തന്നെ വരും. പക്ഷേ അതൊക്കെ മുള പൊട്ടുന്ന സമയത്ത് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഗൃഹാന്തരീക്ഷത്തിലെ എല്ലാ തരത്തിലുള്ള സമാധാനവും നഷ്ടപ്പെടുത്തി തീർക്കുന്നതാണ് ഈ ഇത്യാദികളായിട്ടുള്ള ചിന്തകൾ വളരുക എന്ന് പറയുന്നത്. ക്രോധം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഈ ക്രോധം ഉണ്ടാകുന്നതോടുകൂടി നമ്മൾ പൊട്ടിത്തെറിക്കുകയും ആ വീട്ടിലെ അകത്തെ അന്തരീക്ഷം പൂർണ്ണമായി തന്നെ കലുഷിതമായി തീരുകയും വീട് തന്നെ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കും വരുമെന്നാണ്. അവിടെ ഈ രക്ഷിതാവോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അങ്ങനെയുള്ളവർ
ക്രോധം എല്ലാ സമയത്തും ക്രോധത്തോടുകൂടി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികൾ പോലും അവരുടെ ചിന്താശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. കുട്ടികളുടെ മാനസികമായ വളർച്ച മുരടിച്ചു പോവുകയും അവർക്ക് ഒരുതരം അസ്വസ്ഥത, ആ അസ്വസ്ഥത സ്വസ്ഥതയെ അന്വേഷിക്കുകയും ആ സ്വസ്ഥത ചെന്നെത്തിച്ചേരുന്നത് അപകടകരമായ പല കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ ലഹരിയിലേക്കോ ഒക്കെ ആയിത്തീരുകയും ചെയ്യുമെന്നാണ് പറയുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിത്തീരുന്ന ഇത്തരം ശത്രുക്കളെ അവിടെ വെച്ച് തന്നെ അമർച്ച ചെയ്യുക. എനിക്ക് ക്രോധം വരും എന്നുള്ള അന്തരീക്ഷത്തിലേക്ക് ഞാൻ എത്തുന്നു എന്ന് തോന്നിയാൽ ഉടനെ തന്നെ ഞാൻ എന്നോട് തന്നെ എൻ്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നതിന് എന്നോട് തന്നെ ഞാൻ കമാൻഡ് ചെയ്യുക, എന്നോട് തന്നെ ഞാനത് ഉത്തരവ് കൊടുക്കുക എന്നാണ് പറയുക. അതെൻ്റെ ഉള്ളിലെ ക്രോധത്തെ. ഇവിടെ ആത്യന്തികമായി ശാന്തിയും സമാധാനവുമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി കരുതുന്നത് എങ്കിൽ ഇവയൊക്കെ തന്നെ സംഭവിക്കുന്നത് നമ്മുടെ അകത്താണ്, പുറത്തൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ അകത്ത് സംഭവിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് പുറത്ത് ഉണ്ടാവുക. അപ്പോൾ അകം എന്തായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ നാളുകളിലെ അടുത്ത നിമിഷങ്ങളിലെ നമ്മുടെ ശാന്തിയും സമാധാനവും എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ക്രമപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ വർത്തമാന കാലത്ത്, ഈ സംസാരിക്കുന്ന കാലം മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ സമയം എന്ന് പറയുന്നത്, നമുക്ക് ക്രമപ്പെടുത്താൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്താണോ ചിന്തിക്കുന്നത് അതാണ് അടുത്ത സമയത്തെ ക്രമപ്പെടുത്തുന്നത് എന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് രാസവാക്യങ്ങൾ, എന്തൊക്കെ രാസപ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കാമത്തിൻ്റെ തോത് കൂടുന്നുണ്ടോ? ക്രോധത്തിൻ്റെ തോത് കൂടുന്നുണ്ടോ? അതുപോലെ മോഹലോഭങ്ങളുടെ മതമത്സരങ്ങളുടെയൊക്കെ അളവ് തൻ്റെ ഉള്ളിൽ കൂടുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ സമയത്തും നമ്മളൊരു ഗ്രാഫ് വരച്ച് മനസ്സിൽ രേഖപ്പെടുത്തി വെക്കണമെന്നാണ് പറയുക. കൂടുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കണമെന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇത്തരം കാമക്രോധ ലോപ മോഹമതവത്സര്യാദികളൊക്കെ കൂടുന്നത് കുറയ്ക്കാനുള്ള ഔഷധ സേവ എന്ന് പറയുന്നത് ഈശ്വര ചിന്തയാണ് എന്നാണ് പറയുക. ഈശ്വരനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുക, ഈശ്വരനെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ കേൾക്കുക, ഈശ്വരനെക്കുറിച്ചുള്ള തത്വചിന്താപരമായ കൃതികൾ പാരായണം ചെയ്യുക, ഉറച്ച ബുദ്ധിയോടുകൂടി പാരായണം ചെയ്യുക, കണ്ണും കാതും ഒക്കെ തന്നെ അതിലേക്ക് ഈശ്വരങ്കിലേക്ക് സമർപ്പിക്കുക എന്നാണ് പറയുക. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്ന, ഒരു ദിവസം ഒരു നേരമെങ്കിലും എൻ്റെ അകത്ത് കുടികൊള്ളണേ ഭഗവാനെ, എൻ്റെ യജമാനനായിട്ടിരിക്കണേ ഭഗവാനെ, എന്നെ നേർവഴിയിലേക്ക് നയിക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന നിരന്തരം ഉണ്ടാവുക എന്നാണ്. ഞാൻ നേരെയാകുമ്പോൾ മാത്രമാണ് ഈ ലോകം നേരെയാവുക എന്നാണ് പറയുക. അതുകൊണ്ട് നമുക്കൊക്കെ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഒന്ന് കുടിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഈശ്വരൻ ഇരുന്നു കൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ ഉള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് ഇവിടെ നമുക്ക് 60-ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമ തവാസ്ഥാനരംഗമിതു തത്രാപി നിത്യവുമൊരിക്കലിരുന്നരുൾക വിശ്വൈകവന്ദ്യ ഹരിനാരായണായ നമ. ഹരിനാരായണൻ എല്ലാവർക്കും എല്ലാ ശാന്തിയും സമാധാനവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.